Hello friends, welcome to Everything Happens channel. I am Captain Grandmaster Shaji Matthew. Today we will discuss about Indian Civil Service, UPSC Civil Service Examination എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് IAS, IFS, IPS, IRS മുതലായ UPSC സെലക്ഷനിൽ ഏകദേശം 24ഓളം ജോലിക്ക് UPSC സെലക്ഷൻ സിവിൽ സർവീസ് എക്സാമിനേഷന് എങ്ങനെയാണ് പങ്കെടുക്കുന്നതെന്ന് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. യഥാർത്ഥത്തിൽ UPSC പരീക്ഷയ്ക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട് 22 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്, അതേപോലെ റിസർവേഷനുള്ള കാറ്റഗറിക്ക് അപ് ടു 42 വയസ്സ് വരെ പരീക്ഷയിൽ പങ്കെടുക്കാൻ പറ്റും. ഈ പരീക്ഷ 3 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. ഒന്ന് പ്രിലിമിനറി, രണ്ടാമത് മെയിൻ, മൂന്നാമത് ഇൻ്റർവ്യൂ, അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എക്സാം. 0.07% ആൾക്കാരാണ് ഇതിൽ പാസ്സായി ജോലി നേടുന്നത്. ഇതിൽ ഈ പരീക്ഷകൾ 3 ഘട്ടത്തിലും കൂടി ഓൺലി 10% ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകുന്നത്. 40% 3-4 അറ്റംപ്റ്റിൽ പാസ്സാകുന്നു. ബാലൻസ് 20% 5 or more അറ്റംപ്റ്റിലാണ് പാസ്സാകുന്നത്. ഇങ്ങനെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷനായിട്ട് പരിഗണിക്കുന്ന ഈ IAS, IPS, IFS പരീക്ഷ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സിവിൽ സർവീസ് പരീക്ഷ എങ്ങനെ പാസ്സാകാമെന്നുള്ളത് ഇതിന് പ്രത്യേകിച്ച് വേണ്ടത് കഠിനാധ്വാനമാണ്. ജനറൽ നോളജാണ് കൂടുതൽ. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, 45% to 50% മതി എലിജിബിലിറ്റി പരീക്ഷയ്ക്ക് പ്രിലിമിനറിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ബിടെക്കോ ഏതെങ്കിലും എഞ്ചിനീയറിങ്ങോ ഡോക്ടറോ ഗ്രാജുവേഷൻ ഈസ് റിക്വയർഡ്. അങ്ങനെയാണ് സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള മാർഗം. ഈ പരീക്ഷയ്ക്ക് എല്ലാവിധ കഴിവുകളും ചെക്ക് ചെയ്യപ്പെടുന്നു. ഓർമ്മശക്തി, ബുദ്ധി, ലോജിക്കൽ അനാലിസിസ്, അതേപോലെ തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ്, പെട്ടെന്ന് തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടാനും കോപ്പറേഷനും അങ്ങനെ എല്ലാ രീതിയിലുമുള്ള കഴിവുകളും ചെക്ക് ചെയ്യപ്പെടുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആളുകൾ 0.07% 11 മുതൽ 13 ലക്ഷം കുട്ടികളാണ് ഈ പരീക്ഷയ്ക്ക് ഇരിക്കുന്നത്. 1 year ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ്. പല പരീക്ഷ 3 ഘട്ടമായിട്ട് പ്രിലിമിനറി, മെയിൻ ആൻഡ് ഇൻ്റർവ്യൂ, അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇത് പാസ്സായി കഴിഞ്ഞു വരുന്ന കുട്ടികളെ മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് അക്കാഡമിയിലേക്ക് കുട്ടികളെ ഇൻഡക്ഷൻ കോഴ്സിന് ഏകദേശം 2 yearsലേക്ക് പറഞ്ഞുവിടുന്നു. ഈ പീരീഡിൽ അവർക്ക് ഏകദേശം 56,000-ൽ പരം രൂപ സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്നു. അതിനുശേഷം ട്രെയിനിങ് പൂർത്തിയാക്കിയിരിക്കുന്നവരെ അതാത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് കാറ്റഗറിയിലോ കളക്ടർമാരായിട്ടും റവന്യൂ ഇൻസ്പെക്ടർ, ഇന്ത്യൻ റവന്യൂ സർവീസിലേക്കായിട്ടും ഫോറസ്റ്റ് സർവീസിലേക്കായിട്ടും ഇന്ത്യൻ ഫോറിൻ സർവീസിലായിട്ട് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സെക്രട്ടറിമാരും ക്യാബിനറ്റ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയുമൊക്കെയായി യഥാർത്ഥത്തിൽ ഭരണം കൈയാളുന്നത് ഈ ഉന്നതരായ ഈ ഉദ്യോഗസ്ഥ കുട്ടികളാണ്. ഇവർ വളരെ പ്രഗത്ഭരായ വ്യക്തികൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി വരെ ആയിത്തീരുന്നു ഉയർച്ചയിൽ. ഇനി നമുക്ക് പരീക്ഷാ ഘട്ടത്തെപ്പറ്റി ചർച്ച ചെയ്യാം. 1-ാം ഘട്ടം പ്രിലിമിനറി എക്സാമാണ്. അതിന് 2 പേപ്പറുണ്ട്. അത് മെയ് ജൂൺ മാസത്തിൽ നടക്കുന്നു. അതിൽ ജനറൽ സ്റ്റഡീസ് ആണ്. പേപ്പർ 1 ജനറൽ സ്റ്റഡീസാണ്. രണ്ടാമത്തേത് കറണ്ട് അഫയേഴ്സ്. ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ +1-നും +2-നും ഒക്കെ പഠിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ, ജോഗ്രഫി, സയൻസ്, ഫിസിക്സ് എന്ത് വേണമെങ്കിലും ആവാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ജനറൽ സ്റ്റഡീസ് ഈസ് പേപ്പർ 1. നെക്സ്റ്റ് അതിനകത്ത് കറണ്ട് അഫയേഴ്സ്, ജോഗ്രഫി, പൊളിറ്റിക്കൽ ഇതൊക്കെ വരും. 100 questions ആണ് ഉള്ളത്. 100 questionsiൽ 200 മാർക്സ്. 200 മാർക്സിന് 100 questions. അത് 2 മണിക്കൂർ പരീക്ഷയാണ്.
ഈ ഇത് അതിനുശേഷം നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഇതിലൊന്നാമത്തെ പരീക്ഷയാണ് പ്രധാനം. ഒന്നാമത്തെ പരീക്ഷയ്ക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് വയ്ക്കും ഗവൺമെൻറ്. ഔട്ട് ഓഫ് കട്ട് ഓഫ് മാർക്ക് അനുസരിച്ച് ആണ് ഇത്. രണ്ടാമത്തേത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്കില്ല്, മെൻ്റൽ എബിലിറ്റി, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ലോജിക്കൽ തിങ്കിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുക. അതിന് 33% മാർക്കാണ് ലഭിക്കേണ്ടത് പാസ്സായിട്ട്. അതോടൊപ്പം തന്നെ 1/3 നെഗറ്റീവ് മാർക്കുണ്ട്. അത് ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെയധികം ചിന്തിച്ചും ഏകദേശം ഉത്തരങ്ങൾ ശരിയായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ പ്രിലിമിനറി പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു കട്ട് ഓഫ് മാർക്ക് വെക്കും. ഏകദേശം 200-ൽ 75.44 ആയിരുന്നു മുൻകാലത്ത് 200-ൽ ഒരു കട്ട് ഓഫ് മാർക്കായിട്ട് വെച്ചിരുന്നത്. അതിനുശേഷമാണ് മെയിൻസ് ഉള്ളത്. മെയിൻ എക്സാമിനേഷനോ 9 പേപ്പറാണുള്ളത്. മെയിൻ എക്സാം ഒക്ടോബർ മാസത്തിൽ ആണ് മെയിൻ പരീക്ഷകൾ നടത്തുന്നത്. അതിൽ പേപ്പർ 1, പേപ്പർ 2, ഈ 9 പേപ്പർ എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനാണ്. പേപ്പർ ആൻഡ് പെന്ന് വെച്ച് എഴുതി, അതായത് വിവരണം വേണം. അത് ഇത്രയും വാക്കുകൾ, 3000 വാക്കുകൾ ഏകദേശം 3 മണിക്കൂറും കൊണ്ട് എഴുതണം. അത് എത്രമാത്രം നമ്മളുടെ നോളജ് നമുക്ക് വായിച്ച് നോളജ് കൊണ്ട് തിങ്കിങ് എബിലിറ്റി ഉണ്ട് എന്നൊക്കെ തീരുമാനിക്കുന്ന പേപ്പറുകളാണ്. റിട്ടൺ എക്സാമിനേഷനാണ്. അപ്പോൾ ഇതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ലാംഗ്വേജാണ്. ഏതെങ്കിലും ഷെഡ്യൂൾഡ് ലാംഗ്വേജ്, ഹിന്ദി, മലയാളം, തെലുങ്ക്, മറാഠി, അങ്ങനെയുള്ള ഏതെങ്കിലും ലോക്കൽ ലാംഗ്വേജിനെ പറ്റിയുള്ള പേപ്പറാണ് പേപ്പർ എ. പേപ്പർ ബി ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സ്കില്ലാണ്. അങ്ങനെ 9-ൽ 2 പേപ്പർ കഴിഞ്ഞ് 7 പേപ്പറാണ് ഉള്ളത്. അതിൽ 5 പേപ്പർ ജനറൽ സ്റ്റഡിങ് ആണ്. ലാസ്റ്റ് 2 പേപ്പർ ഓപ്ഷണൽ സബ്ജക്റ്റാണ്. മെക്കാനിക്കൽ ഏതെങ്കിലും വിഭാഗങ്ങൾ നമുക്ക് ഓപ്ഷണൽ തിരഞ്ഞെടുക്കാം. എൻജിനീയറിങ്ങോ, സ്റ്റാറ്റിക്സോ, മാത്സോ, ഫിസിക്സോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്ത് അതിനെ പറ്റിയാണ്. 5 പേപ്പർ ജനറൽ സ്റ്റഡീസാണ്. ജനറലായിട്ട് ഇന്ത്യയെ പറ്റിയുള്ളതും ഇന്ത്യയുടെ എക്കണോമി, സാംസ്കാരികം, അതേപോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ പഠിച്ച് ഉള്ള ജനറൽ സ്റ്റഡീസാണ് 5 പേപ്പേഴ്സ്. ഈ 5 പേപ്പേഴ്സ് അപ്പോൾ ആദ്യത്തെ ഇതിന് ഫസ്റ്റിലത്തെ ക്വാളിഫയിങ് എക്സാമിനായിട്ടാണ് കണക്കാക്കുന്നത്. ഫസ്റ്റിലത്തെ, അതായത് പേപ്പർ എ, പേപ്പർ ബി ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ എ ആൻഡ് പേപ്പർ ബി. അതിൽ 75% അധികം മാർക്ക് വേണം പാസ്സാകുന്നതിന് വേണ്ടിയിട്ട്. 300 മാർക്കിൻ്റെ പരീക്ഷയാണ്. 75 മാർക്ക് വേണം. ദെൻ മെയിൻ പേപ്പർ, കോമൺ പേപ്പറിലേക്ക് പോകുന്നു. ജനറൽ പേപ്പർ, അത് എസ് എ ടൈപ്പാണ്. എസ് എ 2 ടോപ്പിക്സ് കിട്ടും. അതിന് ഏതെങ്കിലും 2 ടോപ്പിക്സ് എടുത്ത് അതിന് എസ് എ ആയിട്ട് എഴുതണം. 3000 വേർഡ്സ് കുറയാതെയുള്ള എസ് എ 3 മണിക്കൂറും കൊണ്ട് എഴുതണം. അതിനുശേഷം മെയിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അതായത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 5 അംഗ ബോർഡ് ഉദ്യോഗാർത്ഥികളുടെ കഴിവ് പരിശോധിക്കുന്നു. അതിൽ മെയിനായിട്ട് ഉത്തരങ്ങൾ, നിങ്ങളുടെ അറിവല്ല പരിശോധിക്കുക. നിങ്ങളുടെ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനും എല്ലാവിധ അനലൈസ് ചെയ്യപ്പെടുന്നു. അതായത് പെരുമാറ്റം, സ്കില്ല്, കഴിവ് എല്ലാം അവർ ഇൻ്റർവ്യൂവിലൂടെ അവർ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷമാണ് 11 മുതൽ 13 ലക്ഷം പേര് എഴുതിയ പരീക്ഷയിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുന്നു. ഏകദേശം റാങ്ക് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ഓരോ വർഷത്തെയും വേക്കൻസി അനുസരിച്ച് റാങ്ക് ബേസിൽ 1000-ഓളം പേരെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ റാങ്ക് 1 മുതൽ 1909 1000 പേരെ തിരഞ്ഞെടുക്കുന്നു. അവരെ ലാൽ ബഹദൂർ ശാസ്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് ലബ്സയിലേക്ക് വിടുന്നു.
ട്രെയിനിങ് കൊടുത്ത് അവരെ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് UPSC അവരുടെ ഓരോ വർഷവുമുള്ള UPSC IAS IPS IRS അങ്ങനെയൊക്കെയുള്ള സെലക്ഷൻ ബോർഡിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ പ്രധാനം ഉദ്യോഗാർത്ഥികൾ കഠിനാധ്വാനവും ഡിറ്റർമിനേഷനും സ്ഥിരമായിട്ട് ഉള്ള പഠനവും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ഇടയിലിറങ്ങി പ്രവർത്തിക്കുവാനും ഉള്ള കഴിവും എല്ലാ വിധത്തിലുള്ള കഴിവുകളും ചെക്ക് ചെയ്യപ്പെടുന്നു. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഔട്ട്.